അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖാജ ഖുതുബുദ്ദീൻ ബഖ്തിയാർ കാക്കി റഹിമഹുല്ല. നമ്മൾ അജ്മീർ തങ്ങളെക്കുറിച്ചും അതുപോലെ മമ്പറം തങ്ങൾ അങ്ങനെ ഒരുപാട് മഹാന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. പക്ഷേ ബഖ്തിയാർ കാക്കി തങ്ങളെക്കുറിച്ച് വല്ലാതെ അറിയണം എന്നില്ല. അദ്ദേഹം ഈ ഒരു വലിയൊരു സൂഫി വര്യനായിരുന്നു. ഹസ്രത്ത് ഖാജ ഖുതുബുദ്ദീൻ ബഖ്തിയാർ കാക്കി ചിസ്തിയ സിൽസിലയ്ക്ക് കാമിൽ ദർവീഷ് थे. മഹാനായ ഖാജ ഖുതുബുദ്ദീൻ ബഖ്തിയാർ കാക്കി റളിയല്ലാഹു അൻഹു ചിസ്തിയ എന്ന് പറയുന്ന ത്വരീഖത്തിലെ ആ ഒരു സിൽസിലയിലെ പരിപൂർണമായിട്ടുള്ള ഒരു ദർവീഷ് ആയിരുന്നു. ദർവീഷ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ഏറ്റവും അടുത്തുള്ള മഹാന്മാർക്കാണ് ദർവീഷ് എന്ന് പറയാം. അപ്പോൾ വലിയൊരു മഹാനായിരുന്നു. ആപ്കെ വാലിദ് സയ്യിദ് കമാലുദ്ദീൻ റഹിമഹുല്ല ബഗ്ദാദ് കെ ഗാവ് ഓഷ് കെ രഹനെ വാലെ थे. അദ്ദേഹത്തിൻ്റെ പിതാവായ സയ്യിദ് കമാലുദ്ദീൻ റഹിമഹുല്ല ബഗ്ദാദിലെ ഓഷ് എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ ജീവിക്കുന്ന ആളായിരുന്നു. ഉൻകി വാലിദ ബഡി നേക് ഖാത്തുൻ തി. അവരുടെ മാതാവ് നല്ല ഒരു സ്ത്രീയായിരുന്നു. ദിൻ രാത് ഇബാദത്ത് മേ മശ്ഊൽ രഹത്തെ. രാപ്പകൽ മുഴുവനായിട്ട് അല്ലെങ്കിൽ രാത്രിയും പകലിലും ഇബാദത്തിൽ മുഴുകുന്ന ആളായിരുന്നു. ജബ് കബി ഖുർആൻ ഷരീഫ് की तिलावत फरमाते तो ख्वाजा बख्तियार काकी रहमतुल्लाह को अपने करीब बिठा लेती. അപ്പോൾ ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും ആളുകൾ ഖുർആൻ ഷരീഫ് പാരായണം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ ഖാജ ബഖ്തിയാർ കാക്കി റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ അടുത്തിരുത്തുമായിരുന്നു. എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ആര് വരികയാണെങ്കിലും ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി വരുമ്പോൾ ഈ കുട്ടിനെയും കൂടി ഉമ്മ എന്ത് ചെയ്യും, അടുത്തിരുത്തും. കുട്ടി പറഞ്ഞാൽ ഈ പിന്നീട് ചരിത്ര പുരുഷനായ ഖുതുബുദ്ദീൻ ബഖ്തിയാർ കാക്കി തങ്ങളെ ഇരുത്തുമായിരുന്നു ഉമ്മ. അപ്പോൾ ആര് വന്നാലും ഖുർആൻ കേൾക്കാനുള്ളൊരു ഭാഗ്യം ഈ കുട്ടിക്ക് ചെറുപ്പത്തിലുണ്ടായിരുന്നു എന്നർത്ഥം. പിന്നീട് വലിയ മഹാനായ ഇദ്ദേഹം വ അബി സിർഫ് 22 साल के थे ഉൻകാ വാലിദ് കാ ഇന്തിഖാൽ ഹോ ഗയ. അദ്ദേഹത്തിന് 2.5 വയസ്സ് മാത്രം പ്രായമുള്ള സമയത്ത് അദ്ദേഹത്തിൻ്റെ പിതാവും മരണപ്പെട്ടു, വഫാത്തായി. വാലിദാനെ അപ്പനി ഖാസ് നിഗ്രാനി മേ ഉൻകി തർബിയത്ത് കി. അപ്പോൾ അതിനുശേഷം മാതാവ് തൻ്റെ പ്രത്യേക സംരക്ഷണത്തിൽ മേൽനോട്ടത്തിൽ തൻ്റെ പുത്രനെ തർബിയത്ത് നൽകി. ജബ് വോ 4 साल के हुए तो वालिदा ने पढ़ने के लिए उनको ख्वाजा मुईनुद्दीൻ ചിശ്തി റഹിമഹുല്ലാഹ് के पास भेज दिया. അദ്ദേഹത്തിന് 4 വയസ്സായപ്പോൾ തൻ്റെ ഉമ്മ പഠിക്കാൻ വേണ്ടി ഖാജ മുഈനുദ്ദീൻ ചിശ്തി തങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു ഈ കുട്ടിയെ. ജോ ഇൻ ദിന ഓഷ് മേ ഹി ടെഹറെ ഹുയെ थे. ആ സമയത്ത് മഹാനവറുകൾ ഇവർ രണ്ടാളും ഓഷ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ജീവിച്ചിരുന്നത്. കഹാ ജാത്താ ഹെ, പറയപ്പെടുന്നു, കെ ജബ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹുവിനെ ഉनको ദർസ് देना शुरू किया तो गैब से एक आवाज़ आई, ये ख्वाजा कुछ देर ठहर जाओ, काजी हमीदुद्दीन नागूरी आते हैं, वही बख्तिയാർ കാക്കി को പഠായേഗെ. അപ്പോൾ പറയപ്പെടുന്നുണ്ട് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി തങ്ങൾ അദ്ദേഹത്തിന് ദർസ് അങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങിയെന്നർത്ഥം. അദ്ദേഹത്തിന് ദർസൊക്കെ കൊടുത്തു. ആ സമയത്ത് ഒരു ദിവസം ആരോ ഒരു ഉള്ളുവിളി പോലെ ഒരു ശബ്ദം, എവിടുന്നോ ഒരു അദൃശ്യമായ ശബ്ദം വന്നു. ആ ശബ്ദം ഇതായിരുന്നു, ഖാജ തങ്ങളെ നിങ്ങൾ കുച്ച് ദേർ ടെഹർ ജാവോ, കുറച്ച് സമയം നിങ്ങൾ അവിടെ തന്നെ നിൽക്കൂ, നിങ്ങൾ പഠിപ്പിക്കല്ലേ. കാരണം കാലി ഹമീദുൻ നാഗൂരി എന്ന് പറയുന്ന വലിയ മഹാന് വരുന്നുണ്ട്. വഹി ബഖ്തിയാർ കാക്കി കോ പഠായകെ, അദ്ദേഹമാണ് ഇനി മുതൽ ബഖ്തിയാർ കാക്കി തങ്ങളെ പഠിപ്പിക്കുക എന്ന് ഒരു ശബ്ദം വന്നു. മനസ്സിലാവുണ്ടല്ലോ. പിന്നീട് എന്താണ് ഉണ്ടാവുന്നതെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും.